അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ചതിച്ചോ? അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഇപ്പോൾ ഒപ്പുവെക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് കൂടുതൽ ഇളവുകൾ കൊടുത്ത് ഇന്ത്യയെ ചതിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം, ഇന്ത്യയിലെ പ്രതിപക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാകട്ടെ വലിയ രീതിയിൽ ആഹ്ലാദം തുളുമ്പി ആനന്ദതന്തുലിതമായി നൃത്തം ചവിട്ടുകയാണ്. കാരണം അമേരിക്ക ഇന്ത്യയെ ചതിച്ചിരിക്കുന്നു, നരേന്ദ്രമോദിയുടെ നയങ്ങളൊക്കെ പാളിപ്പോയിരിക്കുന്നു എന്നാണ് ഇവിടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ്. അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള പുതിയ ഉഭയകക്ഷി വ്യാപാര കരാർ ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായത്തിന് വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ കരാർ പ്രകാരം ബംഗ്ലാദേശ് അമേരിക്കയിൽ നിന്ന് ഏത് മൂല്യം ഇറക്കുമതി ചെയ്താലും അതേ മൂല്യമുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ 0 ഇറക്കുമതി തീരുവയോടെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ബംഗ്ലാദേശിന് കഴിയുമെന്ന് ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഈ തീരുമാനം ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഗുണം ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ബംഗ്ലാദേശ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് വില കുറഞ്ഞ തൊഴിലാളികൾക്കും കുറഞ്ഞ ഉൽപാദന ചെലവിനും വേണ്ടിയാണ്. നിലവിൽ ബംഗ്ലാദേശ് പ്രതിവർഷം $9 മുതൽ $10 ബില്യൺ വസ്ത്രങ്ങൾ യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറക്കുമതി തീരുവ ഒഴിവാക്കൽ 0 ഈ കണക്ക് കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. മറുവശത്ത് ഇന്ത്യയുടെ മൊത്തം തുണിത്തര കയറ്റുമതി ഏകദേശം $36 മുതൽ $37 ബില്യൺ ആണ്. അതിൽ ഏകദേശം $10 ബില്യൺ അമേരിക്കയുടേതാണ്. ബംഗ്ലാദേശി വസ്ത്രങ്ങൾ യുഎസ് വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അവരുടെ മത്സരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ബംഗ്ലാദേശ് യുഎസ് നൽകിയ ഈ പ്രത്യേക ഇളവിനെതിരെ ഇന്ത്യ വ്യാപാര സംഘടനകൾ ഇപ്പോൾ ശബ്ദമുയർത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? അതായത് അമേരിക്കയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വലിയ രീതിയിലുള്ള ഇറക്കുമതിയുണ്ട്. അതേസമയം ബംഗ്ലാദേശിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന തുണിത്തരങ്ങൾക്ക് 0 തീരുവയാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന തുണിത്തരങ്ങൾക്ക് 18% തീരുവയാണ്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത ഇന്ത്യയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ബംഗ്ലാദേശിന് തുണി നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽസ് നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ സമയം മുതലെടുത്തുകൊണ്ട് അമേരിക്ക അവരുടെ റോ മെറ്റീരിയൽസ് എല്ലാം ബംഗ്ലാദേശിലേക്ക് കയറ്റി അയക്കുകയാണ്. ആ റോ മെറ്റീരിയൽസ് തുണിയായി തിരിച്ചയക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ 0% തീരുവ ബംഗ്ലാദേശിന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഒരു കളിപ്പാവ് മാത്രമായി മാറുകയാണ് ബംഗ്ലാദേശ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ് എന്നുള്ളതാണ് വേറൊരു കാര്യം. മിസ്റ്റർ സുസ്നി മലയാളം.